വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ. ധനവകുപ്പിന്റെ കൈവശം ഫണ്ട് കുറവെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. എന്നാൽ മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് കോടതി ചോദിച്ചു. അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു, നിയമകാര്യ വിദഗ്ധൻ. പ്രകാശ്, എന്താണ് കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്? ഈ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് ഇടുക്കി സ്വദേശിയായ മറിയക്കുട്ടി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പെൻഷൻ മുടങ്ങിയതിന് എതിരെ രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സർക്കാരും ഒപ്പം തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണവും കോടതി തേടുകയും ചെയ്തിരുന്നു. മറിയക്കുട്ടിക്ക് കോടതി VIP പരിഗണനയാണ് നൽകുന്നതെന്നും എല്ലാ പൗരന്മാരെയും VIP ആയിട്ടാണ് കോടതി കാണുന്നതെന്നും വാക്കാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സർക്കാരിന്റെ മറ്റ് ആഘോഷ പരിപാടികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, പെൻഷൻ ഇല്ലാതെ മറിയക്കുട്ടിയെ പോലെയുള്ള 70 വയസ്സ് കഴിഞ്ഞവർ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇന്നും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനോട് 2 ചോദ്യങ്ങളാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മറിയക്കുട്ടി എങ്ങനെ അതിജീവിക്കും, എങ്ങനെ ജീവിക്കും എന്ന കാര്യം സർക്കാർ വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടു. ഒപ്പം തന്നെ പെൻഷൻ എന്ന് നൽകും എന്നും സർക്കാർ വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജി എന്ന മറുപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത്. ശരി.